മെഡിക്കൽ കോളേജ് ഭൂഗർഭപാത ഉടൻ നിർമ്മാണത്തിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും സുരക്ഷിതമായ റോഡ് മുറിച്ച് കടക്കാനുള്ള ഭൂഗർഭപാതയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. 1.29 കോടി രൂപ ചിലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഭൂഗർഭപാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഭൂഗർഭപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് അരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് ഭൂഗർഭപാത മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തുടങ്ങുന്നത്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും. OPയിലെത്തുന്ന 3000 പേരടക്കം 7000-ഓളം പേരാണ് മെഡിക്കൽ കോളേജിൽ പ്രതിദിനം സന്ദർശനത്തിന് എത്തുന്നത്. വാഹനങ്ങളുടെയും റോഡ് കുറുകെ കിടക്കുന്ന കാൽനട യാത്രക്കാരുടെയും ബാഹുല്യം കൊണ്ട് നിരവധി അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്ന മെഡിക്കൽ കോളേജിന് മുന്നിലെ റോഡിൽ അടിപ്പാത വേണമെന്ന് ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. 2 വർഷം മുമ്പ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറിലാണ് സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവൻ ഭൂഗർഭപാത എന്ന ആശയം മുന്നോട്ട് വച്ചത്. അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചതോടെ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെയും ആശുപത്രി വികസന സമിതി അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്ത് പദ്ധതി വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം ആരംഭിക്കാനാണ് നീക്കം. മേഘദൂത് ന്യൂസ്, കോട്ടയം.